പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിന് ഒരു തങ്കം കളഞ്ഞു കിട്ടുകയുണ്ടായി. അത് സന്ദീപ് വാര്യരാണ്. അത് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വലിയ വിജയത്തില് ഒരസുര വിത്തിനെയും കോൺഗ്രസിന് കിട്ടി. ഇതിപ്പോ രണ്ടും വിനയായിരിക്കുകയാണ്. കളഞ്ഞു കിട്ടിയ തങ്കവും അസുരവിത്തും, മാങ്കൂട്ടത്തിൽ എന്ന അസുരവിത്ത്, രണ്ടിലൂടെയും കോൺഗ്രസ് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടിനെയും താലോലിച്ചു കൊണ്ടു നടന്നു. തലയിൽ വെച്ചാൽ പേനരിച്ചാലോ തറയിൽ വെച്ചാൽ എറും ഭരിച്ചാലോ തങ്കക്കൂടത്തിന് താലോലം പാടിയിട്ട് അങ്ങനെ ഈ മട്ടിൽ കൊണ്ടു നടക്കുകയായിരുന്നു കോൺഗ്രസ്. ഒരാള് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി പിന്നെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും പറഞ്ഞു വിട്ടു. എന്നാലും MLA സ്ഥാനം, ആ കിരീടമുണ്ട് താനും, അതങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നു. ഈ കളഞ്ഞു കിട്ടിയ തങ്കം ഉണ്ടല്ലോ, അധികാരം മോഹിച്ച് ഇങ്ങോട്ടേക്ക് വന്ന ആ ആളിനെ കൊണ്ട് ഇപ്പൊ പൊറുതി മുട്ടിയിരിക്കുകയാണ് കോൺഗ്രസ്. സന്ദീപ് വാര്യര് ഇപ്പൊ ഒരു കോൺഗ്രസിനകത്തെ ഒരു മുടിയനായ പുത്രനായി മാറിയിരിക്കുകയാണ്. വാര്യരെ കൊണ്ട് പൊറുതി മുട്ടി എന്ന് പറഞ്ഞാല് ഈ വാര്യർ എല്ലാത്തിലും കയറി അങ്ങ് ഇടപെടും. തൃശ്ശൂരില് വാര്യരങ്ങ് താമസിച്ചങ്ങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് സുരേഷ് ഗോപിയോടൊപ്പം അവിടെ BJP-യിലാണെന്നല്ലോ ഏറെക്കാലം. അതിൽ നിന്ന് കിട്ടിയതാണെന്ന് തോന്നുന്നു. ഇവിടെ വന്നതിന് ശേഷവും തൃശ്ശൂര് ഞാനങ്ങ് എടുത്തു, തൃശ്ശൂർ എടുക്കും എന്നൊക്കെ പറയുകയാണ്. അപ്പം അതിന്റെ പേരിലാണ് ഉടനെ സുരേന്ദ്രനെ വെല്ലുവിളിച്ചു. ധൈര്യമുണ്ടോ ഇവിടെ വന്ന് മത്സരിക്കാൻ? സുരേന്ദ്രന്റെ പാർട്ടിയെ കുറിച്ച് നന്നായിട്ട് അറിയാം. അതൊരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ്. അങ്ങനെ അങ്ങ് സ്വയം പ്രഖ്യാപിക്കാൻ പറ്റുമോ? അങ്ങനെ പ്രഖ്യാപിച്ചത് ഒരാൾ മാത്രമേ ഉള്ളത്, സുരേഷ് ഗോപിയാ. നേരത്തെ പറഞ്ഞു ഞാൻ തൃശ്ശൂർ എടുത്തു, തൃശ്ശൂർ എന്നെ അങ്ങ് എടുത്തു. പിന്നീടാണ് സുരേന്ദ്രനും ഒക്കെ മനസ്സിലായത് ഈ സുരേഷ് ഗോപിയുടെ പിടിവള്ളി എന്ന് പറയുന്നത് കേന്ദ്രമാണ്. അതൊരു വല്ലാത്ത കൊമ്പ് തന്നെയാണ്. ഒടുവില് അങ്ങനെ സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനത്തിൽ ഒരു എതിർപ്പും പിന്നീട് പ്രകടിപ്പിച്ചില്ല അവരും. പക്ഷേ സുരേന്ദ്രൻ ഇപ്പോൾ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഈ പയ്യന്റെ വെല്ലുവിളി കേട്ടുകൊണ്ട് അങ്ങനെ യെസ് പറഞ്ഞ് രംഗത്ത് വരാൻ പറ്റുമോ? പറ്റില്ല. സുരേന്ദ്രൻ പറഞ്ഞ എന്താണ്, ഞങ്ങള് BJP-യോട് മത്സരിക്കും. BJP മത്സരിക്കുന്നത് ആരാണെന്നുള്ളത് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. അത് പാർട്ടി തീർച്ചപ്പെടുത്തും. ഞാനായിരിക്കാം, ചിലപ്പോ വേറെ ആരെങ്കിലും ആയിരിക്കാം. അത് പാർട്ടി തീർച്ചപ്പെടുത്തും. താങ്കൾ തൃശ്ശൂര് നിക്ക്, ഞങ്ങൾ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സന്ദീപ് വാര്യർക്കും അറിയാം തൃശ്ശൂർ എന്ന് പറയുന്നത് ഇപ്പൊ സുരേഷ് ഗോപിയുടെ കസ്റ്റഡിയിലാണ്. അവിടെ നിന്ന് നിയമസഭാ സീറ്റിലേക്ക് വിജയം ഉണ്ടാകണമെന്ന് സുരേഷ് ഗോപിക്ക് ഇപ്പൊ വലിയൊരു അഭിമാന പോരാട്ടമായി തീർന്നിരിക്കുകയാണ്. കാരണം നമ്മുടെ ഈ രാഹുൽ ഗാന്ധി ഇപ്പം വോട്ട് മോഷണമെന്നും പറഞ്ഞൊക്കെ ഇങ്ങനെ റാലി നയിച്ചുകൊണ്ട് നടക്കുകയാണല്ലോ. ബൈക്ക് ഓടിക്കുന്നു, വള്ളത്തെ കയറുന്നു, ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തൃശ്ശൂരിൽ അതൊന്നുമില്ല എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി തന്നെ ഇദ്ദേഹം സുരേഷ് ഗോപി അവിടെ തന്നെ ഉണ്ട്, ആഞ്ഞു പ്രവർത്തിക്കുകയാണ്. അപ്പൊ അതിനിടയ്ക്കാണ് ഈ ഇത്തരത്തിലുള്ള ഈ സന്ദീപ് വാര്യരെ പോലുള്ള. പക്ഷെ സന്ദീപ് വാര്യരുടെ പ്രശ്നം ഇപ്പോൾ കോൺഗ്രസിനാണ് വലിയ തലവേദന ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. തൃശ്ശൂരിലെ DCC പരാതിപ്പെട്ടിരിക്കുകയാണ് KPCC നേതൃത്വത്തിനോട്. അതായത് അവിടെ തൃശ്ശൂരിലെ വിളിക്കാത്തതും വിളിച്ചതും എല്ലാറ്റിലും കയറി, ക്ഷണിക്കാത്ത പരിപാടികൾക്കെല്ലാം വലിഞ്ഞു കയറി വരികയാണ്. വലിഞ്ഞു കയറി വന്ന് ആകെക്കൂടെ ഒരു അലോസരം ഉണ്ടാക്കുകയാണ്. ഇത് ശക്തമായ പരാതിയാക്കി എടുത്തിരിക്കുകയാണ് തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാര്. കോൺഗ്രസ് നിലപാട് കടുപ്പിച്ചുകൊണ്ട് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്കൊരു സംശയം, സന്ദീപ് വാര്യര് തൃശ്ശൂരിലെ സീറ്റ് ഉന്നം വെക്കുന്നുണ്ടോ എന്ന്. കാരണം വെള്ളം കോരിയവരും വിറക് കയറിയവരും ഒക്കെ ഉണ്ട്.
അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് പിന്നെ താനങ്ങ് തൃശ്ശൂർ എടുത്തുകൊണ്ട് പോകാനൊന്നും ആരും സമ്മതിക്കത്തില്ല. തൃശ്ശൂരിലെ ത്രിതല പഞ്ചായത്ത് യോഗ കാര്യങ്ങള് എങ്ങനെ അഭിമുഖീകരിക്കണം തെരഞ്ഞെടുപ്പിനെ എന്നുള്ളത് വിശദീകരിക്കുമ്പോഴാണ് ഇത്തരത്തില് ഈ സന്ദീപ് വാര്യരുടെ പ്രശ്നം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കോൺഗ്രസ്സുകാർക്ക് സന്ദീപ് വാര്യരെ തള്ളാനും വയ്യ കൊള്ളാനും വയ്യാത്ത അവസ്ഥയിലായിരിക്കുകയാണ്. അപ്പോൾ കടുത്ത വിമർശനത്തിലേക്ക് പൊയ്ക്കൊണ്ടുപിരിക്കുകയാണ്. ഇനിയിപ്പോൾ സന്ദീപ് വാര്യർ വിചാരിച്ചത് കോൺഗ്രസിലേക്ക് വരുമ്പോൾ ഈ വന്ന സമയത്ത് കാണിച്ച അത്രയും സ്വീകരണമൊക്കെ തനിക്ക് പിന്നീടും ഉണ്ടാകുമെന്നാണ്. കോൺഗ്രസിലുള്ളവർക്ക് തന്നെ എല്ലാ കാര്യങ്ങളും കൊടുക്കാനായിട്ട് കഴിയുന്നില്ല. പിന്നാണോ ഈ വലിഞ്ഞു കയറി വന്ന സന്ദീപ് വാര്യർക്ക്? സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ടേക്ക് വന്നത് അധികാരം മോഹിച്ച് തന്നെയാണ്. വന്നുടനെ KPCC ആസ്ഥാനത്ത് വരുന്നതിലും മുമ്പേ തന്നെ പോയത് പാണക്കാടേക്കാണ്. സാദിഖ് അലി തങ്ങളെ കണ്ട് കുമ്പിട്ട് വണങ്ങി സാഷ്ടാംഗം നമസ്കരിച്ചു. അത് കഴിഞ്ഞിട്ടൊക്കെയാണല്ലോ KPCC ആസ്ഥാനത്ത് വരുന്നത്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ പോക്ക് പോയാല് ഈ സന്ദീപ് വാര്യരെ പാർട്ടിക്കകത്തുനിന്ന് പുറത്തേക്ക് എറിയും. കാരണം വാര്യര് ബാധ്യതയായി തീർന്നിരിക്കുകയാണ് കോൺഗ്രസിന്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒന്നുകിൽ പിന്നെ സന്ദീപ് വാര്യര് പോയി ഈ PV അൻവറിന്റെ കൂടെ ചേരുക, അതായിരിക്കും നല്ലത്. അൻവർ ആണെങ്കിൽ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അൻവറിന് ഒരു കൂട്ടാളിയും കൂടെ തൃണമൂൽ കോൺഗ്രസോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വേണമെങ്കിൽ ആകുക, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ആകുക. ഇത് ഏതെങ്കിലും ആയാലും മതി. അപ്പൊ മിക്കവാറും അതിലേക്ക് പോകുന്ന തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം ഈ തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാർക്ക് സന്ദീപ് വാര്യരെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇതെപ്പോഴും ഇങ്ങനെയാണ്. ഈ വേറൊരു പാർട്ടിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ചാടി വരുന്നവരെ കോൺഗ്രസിന്റെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ അംഗീകരിക്കാൻ തയ്യാറാകില്ല. ഈ ശശി തരൂര് തന്നെ തിരുവനന്തപുരത്ത് 2009 മത്സരിക്കാൻ വരുമ്പോൾ അദ്ദേഹം ലോക പൗരനാണ്, ഡൽഹി നായരാണ്, ആനയാണ്, ജേനയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും. ആദ്യ സമയങ്ങളിൽ ഒന്നും തന്നെ തിരുവനന്തപുരത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഒന്നും തന്നെ അംഗീകരിച്ചില്ലായിരുന്നു എന്നുള്ളതാണ്. അവർക്ക് കാരണം അവർ നമ്മുടെ കെ മുരളീധരൻ പറയുന്നത് പോലെ പത്രത്തിൽ ഫോട്ടോ കാണിച്ചാലെങ്കിലും ആരാണെന്ന് അറിഞ്ഞുകൂടാത്ത ചിലരൊക്കെ അക്കൂട്ടത്തിൽ ഒരാളായിട്ടാണ് തരൂരിനെയും കണ്ടത്. പക്ഷെ പിന്നീടാണ് കാര്യങ്ങളൊക്കെ മാറി തരൂര് വലിയ വെന്നിക്കൊടി പാറിച്ച് 4 തവണ തിരുവനന്തപുരത്ത് നിന്ന് വിജയിച്ചത്. പക്ഷേ സന്ദീപ് വാര്യരെ അങ്ങനെയല്ല കാണുന്നത്. സന്ദീപ് വാര്യരെ ഈ തൃശ്ശൂരെല്ലാം അങ്ങ് എടുത്തു കളയും, തൃശ്ശൂർ മുഴുവൻ ഭരിക്കാം എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അത് കോൺഗ്രസ്സുകാർ പാടെ തകർത്ത് എറിഞ്ഞിരിക്കുകയാണ്.